മനോഹരമായ സ്ഥലങ്ങളിൽ വരണം ഗൈസ്. സത്യം പറഞ്ഞാൽ നല്ല തണുപ്പുണ്ട് ഇവിടെ ഗൈസ്. ഹായ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ചിക്മംഗ്ലൂരിലെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. ഞങ്ങൾ സ്കൂളിൽ നിന്ന് ടൂർ വന്നിരിക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. ഹലോ ഗൈസ്, അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ചിക്മംഗ്ലൂരിലാണ്. പറയാൻ വയ്യ ഗൈസ്. ആണ്ട അവിടെ നിന്ന് ഞങ്ങൾ ഇതുവരെ കയറി വരികയാണ്. ഇപ്പോൾ ഉള്ളത് ചിക്മംഗ്ലൂരിലാണ് കേട്ടോ. ഞങ്ങൾ ട്രക്കിങ്ങിന് വന്നിരിക്കുകയാണ്. അതുവരെ കയറണം. വേണ്ടില്ലേ ബാക്കിൽ കുറച്ച് നടന്നു വേണ്ടിട്ടാ. ഞങ്ങൾ സ്കൂളിൽ നിന്ന് ടൂർ വന്നാണ് ഗൈസ്. ഞങ്ങളങ്ങനെ കറക്റ്റ് ടോപ്പിൽ എത്തിയിരിക്കുകയാണ്. കണ്ടില്ലേ, കാണിച്ചതാ അല്ല ടോപ്പിതാ. ബാക്കിൽ ഫുൾ വ്യൂ കണ്ടില്ലേ, അടിപൊളിയാണ് കേട്ടോ. ഞങ്ങൾ പിള്ളേരെല്ലാവരും കൂടെ വന്നു ഗൈസ്. പിള്ളേർ എനിക്കൊന്ന് പരിചയപ്പെടുത്തരാ. ഇതാണ് ഗൈസ് ശ്രീഹരി, റഹ്മാൻ ഗൈസ്. ഇതാണ് ഞങ്ങളുടെ ആഷിഖ്. അടുത്തതാണ് ഗൈസ്. ഇവിടെ അടിപൊളി നല്ല വൈബാണ് കേട്ടോ. ചിക്മംഗ്ലൂർ വരികയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രക്കിങ്ങിന് വന്നിട്ട് പോകണം. കണ്ടില്ലേ, ഏറ്റവും മുകളിലാണ്. എത്ര 10, 15, 20 കിലോമീറ്റർ എത്രയോ ആണ് കേട്ടോ കയറി വന്നത്. നമുക്ക് ഇതിന് താഴെ ഒന്ന് പോവാം. തള്ളിയൊന്നും വിടില്ല ഗൈസ്. നമുക്ക് കേട്ടതാ ഇങ്ങനെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അവിടെ പോയി ഇരിക്കാം നമുക്ക്. ഗൈസ് വീഡിയോ എടുത്ത് ലാസ്റ്റ് വീണ് കഴിഞ്ഞാണ്ടല്ലോ, അവിടെ കിടക്കുന്ന കാണിച്ചതാ. അതവിടെ അതാണ് സംഭവിക്കാൻ പോകുന്നത് ഗൈസ്. ഈ ഒരു ഇറക്കം ഇറങ്ങിയപ്പോഴാണ് എനിക്കൊരു ടെൻഷൻ, എന്തോ ഒരു അപാകത പോലെ. എനിക്ക് ടെൻഷനാണോ. ഒരു കാര്യം ചെയ്ത് നമുക്ക് മുകളിൽ തന്നെ പോകാം. പിള്ളേർ വരുന്നുണ്ട്, അവന്മാർ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാം. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. പക്ഷേ ഇറങ്ങാനൊരു പേടി. ഞങ്ങൾ 3 പേരും ശരിക്കും പറഞ്ഞാൽ പേടിച്ചിട്ടിരിക്കുകയാണ്. സംഭവം വെച്ചാൽ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നുള്ളൂ. അതാണ് വിഷയം. കണ്ടിരുതാ അത് ആ പിള്ളേർ ഇരിക്കുന്നത് പോയാൽ മതി. പക്ഷേ ഇപ്പോൾ ഇറങ്ങുമ്പോൾ ഉരുതി പോകുന്നൊരു പേടി മാത്രമേ. ഞാൻ നേരേക്ക് പോകാന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ഇവിടെ ഞാൻ പോകണം നോക്കി ഇരുന്നിട്ട് പോകണം ഗൈസ്. ഇനി പേടിയത് കൊണ്ട് സത്യം പറഞ്ഞാൽ ഇറങ്ങണം. രണ്ട് പുലികൾ അങ്ങോട്ട് പോകാൻ വേണ്ടി കാണിക്കുന്ന പ്രശ്നമാണ് ഗായ്സ്. അങ്ങനെ ഞാൻ ആ മല ഇറങ്ങി വന്നോട്ടെ. അപ്പം ഞങ്ങൾ ഇവിടെ എത്തിയതാണല്ലേ ഗൈസ്. ഇതാണ് ഗൈസ് ഞങ്ങളുടെ അമീർ ഖാൻ. പേര് അമീർ ഖാൻ ആണെങ്കിൽ കുരുട്ട് കുത്തി തന്നെ ഉള്ളൂ സത്യം പറഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങൾ പോണത് ഗൈസ് ഫുൾ ഡേഞ്ചറസ് സ്ഥലമാണ് കേട്ടോ ഇവിടെ. സത്യം പറഞ്ഞാൽ ഇവിടെ ചാടി കഴിഞ്ഞാൽ ചാവും. സത്യം പറഞ്ഞു കാണിച്ചത് കണ്ടോ. ഇത്രയും നല്ല മനോഹരമായ സ്ഥലങ്ങളിൽ വരണം ഗൈസ്. സത്യം പറഞ്ഞാൽ നല്ല തണുപ്പുണ്ട് ഇവിടെ ഗൈസ്. ഗൈസ് ഇവിടെ പറഞ്ഞ കറക്റ്റ് അടിപൊളി പറഞ്ഞ സപ്പം ഫുൾ വൈബാണ് കേട്ടോ. നല്ല ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഗൈസ് ഞങ്ങൾ കയറി വന്ന ഒരു ഭാഗം നിങ്ങൾ ഞാൻ കാണിച്ചു തരാം. സത്യം പറഞ്ഞാൽ ഞാൻ അത് വീഡിയോ എടുക്കാനേ മറന്നു. പക്ഷെ ഞാൻ വ്ളോഗ് എടുക്കാൻ മറന്നു. ഇതാ ഞങ്ങളിപ്പോൾ ഇറങ്ങി വന്നത് അത് ഞാൻ കേട്ടോ. ഇതിൽ നിന്നാണ് ഞങ്ങൾ ഇറങ്ങി വന്നത്. ഇനിയും അപ്പുറത്തെ മലയിൽ ആൾക്കാരുണ്ട്, കാണിച്ചു തരാം. അതാണ്ടോ ഇവിടെ കണ്ടതോ, അത് മൊത്തം ആൾക്കാരാണ്. മൊത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു 10-30 പേരുണ്ടാവും. അത്ര ആൾക്കാരാണ് ഗൈസ്. ഞങ്ങൾ സ്കൂളിൽ നിന്ന് ടൂർ വന്നതാണ് കേട്ടോ. അതായത് എവിടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാട്, ചിക്മംഗ്ലൂർ, കൂർഗ്. അപ്പോൾ ഞങ്ങൾ വയനാടൊക്കെ താണ്ടി വന്നാണ്. ഇപ്പോൾ നേരെ ഉള്ളത് ഇപ്പോൾ ചിക്മംഗ്ലൂരാണ്. ചിക്മംഗ്ലൂർ കഴിഞ്ഞ് ഇനിയിപ്പോൾ നേരെ നാളെ കൂർഗിലേക്ക്. ഞങ്ങൾ 2 ദിവസം സ്റ്റേ ഒക്കെ ഉണ്ട്. അടിപൊളിയാണ്. ഇനി ഞങ്ങൾ പോകാൻ പോണത് ഞങ്ങൾ വന്ന വഴിക്കാണ്. ഇതേ അങ്ങോട്ട് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനി ഈ ചിക്മംഗ്ലൂരിലെ അടുത്ത സ്റ്റേറ്റ് അടുത്ത സ്ഥലത്തേക്ക് പോകാം കേട്ടോ ഗൈസ്. ഒരുപാട് സന്തോഷമുണ്ട്. കാണാനൊക്കെ ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ. ഇപ്പോൾ എന്താണെന്ന് അറിയില്ല, പെട്ടെന്ന് വേറെ സ്ഥലത്തേക്ക് പോകണമെന്ന് പ്ലാൻ ചെയ്താണെന്ന് തോന്നുന്നു. ഇതുണ്ടോ, അവിടേക്ക് ഞങ്ങൾ പോകണം ഗൈസ്. ബുദ്ധിമുട്ട് തന്നെയാണ്. ഈ ഒരു ഇതുണ്ടോ, ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വരികയാണ്. അങ്ങനെ ഗൈസ് ഞങ്ങൾ ചിക്മംഗ്ലൂരിൽ നിന്ന് യാത്ര പുറപ്പെട്ടു കേട്ടോ. ഞങ്ങൾ ഇപ്പോൾ കൂർഗിലാണുള്ളത്. ഇപ്പോൾ റൂമിലാണ് കേട്ടോ. ഇനി നാളെ കൂർഗിലുള്ള വിശേഷങ്ങൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.